നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് വാർഷിക സമ്മേളനം അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ചു. KGSMA യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജംഷീർ ഉദ്ഘാടനം ചെയ്തു. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റിന്റെ യുവസംഘടനയായ KGSMA യൂത്ത് വിംഗ് വാർഷിക ജനറൽ ബോഡി യോഗം അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ചു. KGSMA യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജംഷീർ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു 10-16 യൂണിറ്റുകളിൽ നമ്മുടെ യൂത്ത് വിംഗ് രൂപീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റിയും നിലവിൽ വന്നു കഴിഞ്ഞു. നമ്മുടെ യൂണിറ്റിൻ്റെ കരുത്തനായ നേതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നൗഫൽക്കെയാണ് കോഴിക്കോട് ജില്ലയുടെ ആദ്യത്തെ പ്രഥമ പ്രസിഡന്റായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫറൂഖിലുള്ള ഷിജു പാലക്കലാണ് നമ്മുടെ സെക്രട്ടറി. കൊടുവള്ളിയുള്ള ഫായിസ് ജ്വല്ലക്സ് ആണ് ട്രഷററായി വന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലൊക്കെ നമുക്ക് ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം ഫസ്റ്റ് നടക്കുന്ന എക്സിബിഷനാണ് ഇനിയിപ്പോൾ ജൂലൈ 3, 4, 5 തീയതികൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ എക്സിബിഷൻ എന്തുകൊണ്ട് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ യൂത്തിൻ്റെ ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു സംഘടന നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി നിങ്ങൾ യൂത്ത് വിംഗ് ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കണമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ആ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ആദ്യമായി ആ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ജൂലൈ 4 തീയതി യൂത്തിന് മാത്രമായി യൂത്ത് കോൺക്ലേവ് നടക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 പേരെങ്കിലും നമ്മൾ യുവ നേതാക്കന്മാർ, യുവ കച്ചവടക്കാർ അവിടെ ഉണ്ടാകുന്നത് നിർബന്ധമാണ്. കാരണം ആൾ പറഞ്ഞു പോയാൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ചോദിക്കും, നിങ്ങൾ യൂത്ത് വിംഗ് രൂപീകരിച്ചിട്ട് ആദ്യം പരിപാടി നടത്തിയിട്ട് എൻ്റെ ആളിങ്ങനെ കുറഞ്ഞു പോയത്. അപ്പോൾ എല്ലാ യൂണിറ്റുകളിലും പോയി ആൾക്കാരെ നിർബന്ധമായി ക്ഷണിച്ച് 4 തീയതിയത്തെ പരിപാടിക്ക് നമ്മളെല്ലാവരും അവിടെ എത്ര നിർബന്ധമാണ്. 4 തീയതി വന്നിട്ട് തിരിച്ചു പോയവർക്ക് പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയവർക്ക് തിരിച്ചു പോരാൻ. ഇനി അതല്ല, 4 തീയതി വന്നവർ അവിടെ ആരെങ്കിലും അവിടെ നിൽക്കാൻ നിങ്ങളാരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ളൊരു താമസ സൗകര്യം കൂടി നമുക്ക് സംസ്ഥാന കമ്മിറ്റിയുമായി ആലോചിച്ച് ഏർപ്പാട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ പേരാമ്പ്ര നമ്മൾ കഴിഞ്ഞ ജനറൽ ബോഡിക്ക് നമ്മളും യൂത്ത് വിംഗിൻ്റെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ 3 ആളെ മാത്രമാണ് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബാക്കി ഭാരവാഹികളെയും കൂടി നമുക്ക് അതിൽ സെലക്ട് ചെയ്യാനുണ്ട്. നമുക്ക് 2 വൈസ് പ്രസിഡന്റുമാരുമാണ്, 2 ജോയിന്റ് സെക്രട്ടറിമാരുമാണ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണ്, അതുപോലെ തന്നെ ജില്ലാ കൗൺസിൽ അംഗങ്ങളും നമുക്ക് പേരാമ്പ്രയിൽ നിന്ന് വേണം. അതൊക്കെ ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് ഈ പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തത്. യൂണിറ്റ് പ്രസിഡന്റ് നൌഫൽ ഫൈൻഗോൾഡ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KGSMA സ്റ്റേറ്റ് സെക്രട്ടറി നിതിൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. അത് നൌഫൽ ഭായ് പ്രസംഗം ജില്ലാ ട്രഷറായിട്ട് അവിടെ ഏറ്റെടുത്ത് പ്രസംഗിച്ചപ്പോൾ തന്നെ ജില്ല ഭയങ്കര സേഫായി. കാരണം പ്രായമാവുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് ഈ നമ്മളെ സീനിയർ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും തളരുമ്പോൾ ഏറ്റെടുക്കാൻ അടുത്ത യുവജനങ്ങൾ നമ്മൾ വാർത്തു എന്നുള്ളതാണ് KGSMയുടെ ഏറ്റവും പ്രത്യേകത. ഞങ്ങൾ തന്നെ ഒരു സംഘടന, നമ്മൾ തന്നെ മാതൃസംഘടനയായിരുന്ന മറ്റ് സംഘടനയെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ അവരെവിടെയാ ശോഷിച്ചു പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആ പ്രായമുള്ളവർ മാത്രമേ അവരുടെ സംഘടനയിൽ ഇപ്പോഴും ഉള്ളൂ. അവരാരെയും വളർത്താൻ ശ്രമിക്കാത്തതിൻ്റെ ഒരു പിഴവ് അവിടെ കാണുന്നു. അപ്പം ഞാനിവിടെ സന്തോഷമായിട്ട് പറയുന്ന കാര്യം, നിങ്ങൾ നമ്മളെ KGSMA നല്ലൊരു യുവജന ടീമിനെ തന്നെ വളർത്തുന്നുണ്ട്. അവരെന്ത് ചെയ്യണം, ഭാവിയിൽ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം കാണിക്കും. മഹിമ, ജാബിർ സൂപ്പർ, ജദീർ ഡിവോറ, ഷെറിൽ ഡിവോറ, ഷിജു ഷീബ, അനൂപ് കേസൺ, ഷർഫാദ് ഐശ്വര്യ, റിയാസ് ഒറാന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂത്ത് വിംഗ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജിബിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രസൂൺ പ്രകാശ് നന്ദി പറഞ്ഞു. തുടർന്ന് കേക്ക് മുറിച്ചു. കേക്ക് റെഡിയാക്കി 2 മണിക്കൂറായി.
നേരത്തെ പോയിട്ടല്ലേ കുറച്ച് വലിയ മിസ് ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.